ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാനിന്ന് മക്കൾ സ്കൂളിട്ട് വന്നപ്പം എന്താ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പം ചില ദിവസം നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു ദിവസം ആട്ടപ്പൊടി വെച്ച് അട ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ജിൽമോൾ പറഞ്ഞ് എന്നാൽ അട ഉണ്ടാക്കി തരുമെന്ന്. എണ്ണപ്പലഹാരം ഞാൻ വല്ലാതെ ഉണ്ടാക്കിയില്ല, അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അധികം സാധനങ്ങളും വേണ്ട. അപ്പോൾ ഞാൻ തേങ്ങയും ശർക്കരയും മൈദയും മാത്രം കേട്ടോ അതിന് ചേർത്തത്. ഈ അരമുറി തേങ്ങ ചിരകി അതിലേക്ക് ശർക്കര ചിരകി കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ കത്തി കൊണ്ട് ഇങ്ങനെ ചിരകി കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കരയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ചീകി കൊടുത്തു. പിന്നെ ഞാനിതാ ഒക്കെ നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. നല്ലോണം കുഴച്ച് മിക്സ് ആക്കുകയാണ്. പിന്നെന്താ പറയുക, ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത് കേട്ടോ. ഒരു ഗ്ലാസ് പൊടിക്ക് 6 കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഞാൻ ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത്, അതായത് ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതല്ല കേട്ടോ, ഇത് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് കണ്ടോ, എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു നോക്കണം. ഷോർട്സ് ഉണ്ട്, അതൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മൈദപ്പൊടി ഇട്ട് നല്ലോണം കുഴക്കുകയാണ്. ആദ്യമൊക്കെ കയ്യിലൊട്ടും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ. അതിന് കുറേശ്ശെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം കൂടിയാൽ പിന്നെ ഒട്ടിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ആക്കുകയാണ്. അപ്പം ഞാനിതാ ഗ്യാസിൻ്റെ മുകളിൽ ഒരു വെള്ളപ്പച്ചട്ടിയാണ് വെച്ചത്. അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ, കാരണം ഇത് മൈദ കൊണ്ട് പെട്ടെന്ന് ആവും ചെയ്യും. അപ്പം ഞാൻ ഇതാ ചെറിയ ഉരുളകളാക്കി പരത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരത്തിയിട്ട് ഞാൻ ഈ തേങ്ങയും ശർക്കരയുള്ള മിക്സ്, വേറെ ഒന്നും അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങയും ശർക്കരയും മാത്രം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചായക്കുള്ളൊരു കടിയാണ്. അതിൽ ഏലക്കായ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇടുക. പക്ഷെ ഞാനൊന്നും ഇട്ടിട്ടില്ല, തേങ്ങയും ശർക്കരയും മാത്രമാണ്. അപ്പം ഞാനിതാ ചെറിയ പത്തിരിയാക്കി പരത്തിയിട്ട് അതിൽ ഞാൻ ഒന്ന് ഒരു പൂവ് പോലെ ഒന്ന് ഷേപ്പാക്കിയത് കേട്ടോ. ജിലിമോക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടുകയാണ്, മക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാനിതാ ഇനി എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതിതാ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു എണ്ണ മാത്രമാണ്. അപ്പോൾ ഞാനിതാ കുറേശ്ശെ അതിൽ ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂൺ വെച്ചാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോഴേക്ക് ഞാൻ അടുത്ത പത്തിരിയും പരത്തിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒന്നെടുത്താൽ പിന്നെ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ, അതൊന്ന് കരുതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ അടുത്തതും റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ ഇതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രം. ഞാനിത് ചെറിയൊരു കുപ്പി ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തത്. അങ്ങനെ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പൊടിക്ക് ഞാൻ 6 അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. മീഡിയം സൈസിലുള്ള വലിപ്പമുള്ള ഒരു അടയാണ് കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അങ്ങനെയാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും എണ്ണയിൽ പൊരിച്ച കടിയൊന്നും നമുക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ ജിലിമോള് മധുരത്തിൻ്റെ ആളാണ് കേട്ടോ. പിന്നെ വലിയ മോൾക്ക് മധുരം വലിയ താല്പര്യമില്ല, അവൾ എരിവിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചായക്കൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഏകദേശം എല്ലാം ഉണ്ടാക്കി കഴിയാനായിട്ടോ. അപ്പോൾ ലാസ്റ്റത്താണ്. അപ്പോൾ ഇതും കൂടി ഉണ്ടാക്കി അതിലിട്ട് പൊരിച്ചെടുക്കുക. അതാ എണ്ണ എന്നിട്ടും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അധികം എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് എണ്ണ മതിയിട്ട്. ഇനി എണ്ണ ഇല്ല വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ ഇതാ ഏകദേശം ഇതും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ അട ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചായ ഒരടുപ്പത്ത് തിളച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ മേലൊക്കെ കഴുകി വന്ന് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കിത് കൊണ്ടേ കൊടുക്കട്ടെ. അപ്പോൾ ഞാനിനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. എൻ്റെ ഓരോ റെസിപ്പീസും ഞാൻ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.